ഈ മഴക്കാലത്തും കുടിവെള്ളം കിട്ടാതെ വലയുന്ന ഒരു നഗരത്തെപ്പറ്റിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നമ്മുടെ തലസ്ഥാന നഗരത്തെപ്പറ്റി തന്നെയാണ് പറയുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് 3 ദിവസമായി. അറ്റകുറ്റപ്പണിക്കായി അരുവിക്കരയിലെ പ്ലാന്റ് താൽക്കാലികമായി അടച്ചിട്ടു. തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽപാത ഇരട്ടിപ്പിക്കൽ പ്രവർത്തനങ്ങളെ തുടർന്നുമാണ് കുടിവെള്ള വിതരണം മുടങ്ങിയതെന്നാണ് നമ്മുടെ ബ്യൂറോ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. നാളെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി വി ശിവൻകുട്ടി മന്ത്രി പറയുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ വെള്ളമില്ലാതായിട്ട് ഇന്നേക്ക് 2 ദിവസം. കുടിക്കാനും കുളിക്കാനും വീട്ടാവശ്യത്തിനും പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനും തലസ്ഥാന ജനത നെട്ടോട്ടമോടി. ഒരാഴ്ച കൊണ്ട് ഇവിടെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇന്നിപ്പം ടാങ്കിലൊന്നും രാത്രിയായ പമ്പ് ഇന്ന് കയറില്ല. മറ്റേ രാത്രി ടാങ്കിലൊക്കെ കയറുന്നു. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ടാങ്കിലൊന്നും വെള്ളം കയറുന്നില്ല. നൂല് പോലെയാണ് വരുന്നത്. ഇന്ന് രാത്രി ടാങ്കിൽ കയറണമെങ്കിലേ ഉള്ളൂ. തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നേമം ഐരാണിമുട്ടം ഭാഗത്തു നിന്നുള്ള പൈപ്പ് ലൈൻ അലൈൻമെന്റ് മാറ്റുന്നതിനായാണ് ജലവിതരണം നിർത്തിവെച്ചത്. 2 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്നായിരുന്നു ജല അതോറിറ്റി അറിയിച്ചത്. അതോറിറ്റി ഇത് സംബന്ധിച്ച മുന്നറിയിപ്പും നൽകി. എന്നാൽ 48 മണിക്കൂർ പിന്നിട്ടിട്ടും വെള്ളമെത്തിയില്ല. നഗരത്തിൽ പ്രതിസന്ധി രൂക്ഷമായി. 3 ദിവസം കൊണ്ട് തുടരെ സകലിച്ച് വരും, പിന്നെ കിട്ടൂല. പിന്നെ ഞങ്ങൾ പൊതു പൈപ്പിൽ നിന്നാണ് അടുത്തു നിന്ന് എടുക്കുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ്. വേറെ നമുക്ക് കിണറൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് പൈപ്പില്ല. ഞങ്ങൾ ഇതേപോലെ റോഡിൽ പൊതു പൈപ്പിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം എടുക്കുന്നത്. വെള്ളമില്ലാതെ വന്നു. ഇന്നലെ ഉച്ചയോടെ നഗരത്തിൽ ജലവിതരണം പുനരാരംഭിക്കുമെന്നാണ് ജല അതോറിറ്റി ആദ്യം അറിയിച്ചിരുന്നത്. പിന്നീട് ഇന്ന് രാവിലെ വിതരണം തുടങ്ങുമെന്നും അറിയിച്ചു. എന്നാൽ ജനം കാത്തിരുന്നു മടുത്തതല്ലാതെ കുടിവെള്ളം എത്തിയില്ല. സെക്രട്ടേറിയറ്റിലും കുടിവെള്ള പ്രതിസന്ധി ഉണ്ടായി. സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ജലവിതരണത്തെ ബാധിച്ചു. അരുവിക്കരയിലെ പ്ലാന്റ് പ്രവർത്തനക്ഷമമല്ലാതായതും കുടിവെള്ളം മുട്ടിച്ചു. പരാതി പ്രളയത്തിനൊടുവിൽ മന്ത്രിതല ഇടപെടൽ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ ചുമതല കൂടിയുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വാട്ടർ അതോറിറ്റിക്ക് വീഴ്ച സംഭവിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായതെന്ന് യോഗം വിലയിരുത്തി. നാളെ രാവിലെ കൂടി പൂർണ്ണമായും എല്ലാ 44 വാർഡുകളിലും വെള്ളം എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. ആ വിഷയങ്ങൾക്ക് ഇന്ന് യോഗത്തോടുകൂടി എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണുകയാണ്. കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമായപ്പോൾ ബദൽ ക്രമീകരണം ഒരുക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന ആന്റണി രാജു MLA. പ്രതീക്ഷിച്ച സമയത്തിനുള്ളിൽ വാട്ടർ അതോറിറ്റിയുടെ ആ പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയില്ല. അതിൻ്റെ ഇരട്ടി സമയം വേണ്ടി വന്നു. അതാണ് ഒരു പ്രധാനമായിട്ട് ഇത് അഫക്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം. അതുപോലെ ബദൽ മാർഗം ഉണ്ടാക്കുന്നതിനകത്തും നമുക്ക് അല്പം വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തിയത്. ഇന്നത്തെ യോഗം വിലയിരുത്തിയത്. നിലവിൽ പമ്പിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പൂർണ്ണതോതിൽ വെള്ളമെത്താൻ നാളെ പുലർച്ചെ വരെ കാത്തിരിക്കണം. ഇപ്പോഴും പലയിടങ്ങളിലും ജനങ്ങൾ പ്രതിസന്ധിയിൽ വലയുകയാണ്. നിലവിലെ പ്രശ്നം പരിഹരിക്കാൻ രാത്രി കൂടുതൽ ടാങ്കറുകളിൽ വെള്ളമെത്തിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ പോലും ഒരു ദിവസം കുടിവെള്ളം മുടങ്ങി. ഒടുവിൽ ജനങ്ങൾ പരാതി പറഞ്ഞതോടെ ഇടപെടൽ. അപ്പോഴും പൂർണ്ണമായ പരിഹാരമായിട്ടില്ല. നാളെ പുലർച്ചെയോടെ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഉറപ്പ്. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടുന്ന 41 വാർഡുകളിലാണ് 3 ദിവസം കുടിവെള്ളമില്ലാതെ നമ്മുടെ ജനങ്ങൾ വലഞ്ഞത്. വാട്ടർ അതോറിറ്റിക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയെന്നാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. ബാത്റൂമിൽ പോയാൽ നമ്മൾ വെള്ളം നോക്കാതെ പോയാൽ പിന്നെ പ്രശ്നം വേറെയാണ്. നമ്മൾ വെള്ളം നോക്കിയിട്ടേ പോകും. ചില സ്ഥലത്ത് 100 പോലെ വരും. അന്ന് 1/2 മണിക്കൂർ പോകും, നിൽക്കും. പല ആരുടെ പറയാം, ഇവിടുത്തെ കൗൺസിലറെ പറയാം, വരും എന്നല്ലാതെ വേറെ ഒരു ഉപയോഗമില്ല. വെള്ളം വരും പോവും. എപ്പോഴാണ് പെട്ടെന്നാണ് സഡൻലി വെള്ളം നീക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരാഴ്ചയായി തുടങ്ങിയിട്ട് ഇത് ഇല്ല. ഇവിടെ വേറെ വെള്ളം കൊണ്ടുവന്നിട്ടൊന്നുമില്ല, വേറെ ഒന്നും കണ്ടിട്ടില്ല. രാത്രി കാലങ്ങളിൽ മാത്രം കുറച്ച് കയറുമെന്നുള്ളതേ ഉള്ളൂ. അല്ല പൂർണ്ണമായിട്ടും കയറുമെന്ന് പറയാനൊക്കില്ല. നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് വെള്ളം കിട്ടുന്നില്ല. വെള്ളത്തിന് ബുദ്ധിമുട്ട് തന്നെ. ഞാൻ കടയിൽ നിന്നാണ് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കുടിച്ചത്. ഇപ്പോഴും 2-3 ദിവസം കൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടാണെന്ന് പൊതുവെ പറഞ്ഞ കേട്ട്. അതിപ്പം വെള്ളം അത്ര ഇല്ല, എന്നിട്ടും വെള്ളമില്ല. നെൽമാർക്കെന്ന് വെച്ചാൽ ഇവിടെ വണ്ടിയിൽ വെള്ളം കൊണ്ടുവരുന്നു. അപ്പോൾ അതില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ദൂര സ്ഥലത്തൊക്കെ പോയി എടുക്കും. വലിയ ബുദ്ധിമുട്ട്. വന്നാൽ വന്നില്ലെങ്കിൽ ഇല്ല, ഒരു പ്രതീക്ഷയില്ല.